നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭീഷണിയുടെ നിഴലിൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് ഒരുക്കമല്ലെന്ന് ഇറാൻ. സമാധാന ചർച്ചകൾക്കായി അമേരിക്കൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് പുറപ്പെടാനിരിക്കെയാണ് കടുത്ത നിലപാടുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് രംഗത്തെത്തിയത്. പാക് തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന രണ്ടാം ഘട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഇറാന്റെ പ്രതികരണം. ഇതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി ഇരട്ടിയായി. വെടിനിർത്തൽ കരാർ ലംഘിച്ചും ഉപരോധം ഏർപ്പെടുത്തിയും ചർച്ചയെ കീഴടങ്ങൽ വേദിയാക്കി മാറ്റാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമമെന്ന് ഗാലിബാഫ് കുറ്റപ്പെടുത്തി. ചർച്ചകളെ യുദ്ധത്തിനുള്ള ന്യായീകരണമാക്കി മാറ്റാനാണ് ട്രംപിന്റെ നീക്കം. എന്നാൽ ഭീഷണികൾക്ക് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. കഴിഞ്ഞ 2 ആഴ്ചയായി യുദ്ധക്കളത്തിൽ പുതിയ കരുനീക്കങ്ങൾ നടത്താൻ ഇറാൻ തയ്യാറെടുത്തു കഴിഞ്ഞുവെന്നാണ് ഗാലിബാഫ് എക്സിൽ പ്രതികരിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കെ കരാറിൽ എത്തിയില്ലെങ്കിൽ കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനെ പൂർണ്ണമായും തകർക്കുമെന്നാണ് US പ്രസിഡന്റിന്റെ ഭീഷണി. ഇതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പൽ US നാവികസേന പിടിച്ചെടുത്തത് മേഖലയിൽ വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും വീണ്ടും യുദ്ധം പൊട്ടിപ്പുറപ്പെടാമെന്നതാണ് സ്ഥിതി. വോട്ടെണ്ണൽ കഴിയും വരെ ഒരു മുറിയും തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. സീൽ ചെയ്യാത്ത മുറികളും തുറക്കാൻ പാടില്ലെന്നാണ് കർശന നിർദ്ദേശം. സംഭവത്തിൽ അദ്ദേഹം ജില്ലാ കളക്ടർമാരുടെ അടിയന്തര യോഗം വിളിച്ചു. എന്തിന് വിവരങ്ങൾ തിരക്കിട്ട് അപ്ഡേറ്റ് ചെയ്യണം? കണക്കെടുപ്പിനാണ് മുറി തുറക്കുന്നതെങ്കിൽ വോട്ടെണ്ണൽ കഴിഞ്ഞിട്ട് കണക്കുകൾ അപ്ഡേറ്റ് ചെയ്താൽ മതി. തിരക്കിട്ട് മുറികൾ തുറന്ന് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുതെന്നും ഏതെങ്കിലും തരത്തിൽ മുറികൾ തുറന്നാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും രത്തൻ ഖേൽക്കർ വ്യക്തമാക്കി. പാലക്കാട് നെന്മാറയിലെ സ്ട്രോങ് റൂം തുറക്കേണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പാലക്കാട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി സ്ട്രോങ് റൂമിൽ വെച്ച് മറന്നതിനാൽ മുറി തുറക്കാനായിരുന്നു ഇന്ന് തീരുമാനിച്ചിരുന്നത്. സ്ഥാനാർത്ഥികളെയും ഏജന്റുമാരെയും മുറി തുറക്കുന്ന കാര്യം ഫോണിൽ വിളിച്ച് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. എന്നാൽ UDF സ്ഥാനാർത്ഥിയും പാലക്കാട് DCC പ്രസിഡന്റും സ്ട്രോങ് റൂം തുറക്കുന്നതിനെ എതിർത്തിരുന്നു. രേഖാമൂലമുള്ള അറിയിപ്പൊന്നും നൽകിയിട്ടില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഈ വിഷയം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഒരു സ്ട്രോങ് റൂമും തുറക്കേണ്ടതില്ലെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകിയത്. അതേസമയം പേരാമ്പ്ര മണ്ഡലത്തിലെ സ്ട്രോങ് റൂം തുറന്ന സംഭവത്തിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഏത് സാഹചര്യത്തിലായാലും മുറി തുറന്നത് ഗൗരവതരമായ വിഷയമാണെന്നും തുടർ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ജർമ്മനിയിലെ മോയസ് നഗരത്തിലുള്ള ഡൂയിസ്ബർഗ് ഗുരുദ്വാരയിൽ വിശ്വാസികൾക്കിടയിലുണ്ടായ സംഘർഷത്തിൽ 11 പേർക്ക് പരിക്ക്. തിങ്കളാഴ്ച നടന്ന പ്രാർത്ഥനയ്ക്കിടെ 2 ഗ്രൂപ്പുകൾ തമ്മിലുണ്ടായ തർക്കം അക്രമാസക്തമാവുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെടിവെപ്പും കുരുമുളക് സ്പ്രേ പ്രയോഗവും നടന്നതായാണ് റിപ്പോർട്ടുകൾ. പരിക്കേറ്റവരിൽ ചിലർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രാർത്ഥന ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുണ്ടായ പ്രകോപനമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഏകദേശം 40ഓളം പേർ ഏറ്റുമുട്ടലിൽ പങ്കെടുത്തതായി ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അക്രമികൾ മുൻകൂട്ടി തയ്യാറെടുത്താണ് എത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പ്രാർത്ഥന തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് കുരുമുളക് സ്പ്രേ അടിക്കുകയും പിന്നാലെ വെടിയുതിർക്കുകയുമായിരുന്നു. വാളുകളും കത്തികളും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഇരുവിഭാഗവും ഏറ്റുമുട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ഗുരുദ്വാരയ്ക്കുള്ളിൽ ഭയചകിതരായ വിശ്വാസികൾ ചിതറിയോടിയതിനാൽ വലിയ ദുരന്തം ഒഴിവായതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. ഗുരുദ്വാരയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് രക്തച്ചൊരിച്ചിലിൽ അവസാനിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഗുരുദ്വാരയുടെ ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ ഭരണസമിതിയും മുൻ അംഗങ്ങളും തമ്മിൽ ദീർഘകാലമായി അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, ബോർഡ് അംഗം അജികുമാർ ഉൾപ്പെടെയുള്ള ദേവസ്വം ഭാരവാഹികളുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. 2025-ൽ ശബരിമലയിൽ നിന്ന് പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിലാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. കോടതിയുടെ അനുമതി ഇല്ലാതെയായിരുന്നു അന്ന് സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഈ സംഭവം വിവാദമായതിന് പിന്നാലെയാണ് ശബരിമലയിൽ നിന്ന് നേരത്തെ കടത്തിയ സ്വർണ്ണക്കൊള്ള പുറത്തുവന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന A പത്മകുമാർ, ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന വാസു, ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബു, ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവരെ അന്വേഷണ സംഘം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ കുറ്റപത്രം നൽകാത്തതിനാൽ എല്ലാവർക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അന്വേഷണം നിലച്ചിരുന്നു. 2025-ലെ സ്വർണ്ണക്കൊള്ളയിലാണ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തിലെ പ്രായം സംബന്ധിച്ച കേസിൽ സംസ്ഥാന പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ നാളെ ദേശീയ SC/ST കമ്മീഷന് മുൻപാകെ നേരിട്ട് ഹാജരായി റിപ്പോർട്ട് സമർപ്പിക്കും. നേരത്തെ ഈ വിഷയത്തിൽ നേരിട്ട് ഹാജരായി റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു. പെൺകുട്ടിയുടെ ജനനരേഖകൾ പരിശോധിച്ചപ്പോൾ പ്രായപൂർത്തിയായെന്ന് കണ്ടെത്തിയിരുന്നതായി അദ്ദേഹം കമ്മീഷനെ അറിയിക്കും. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകാതെ വിവാഹം നടത്തിയെന്ന മാതാപിതാക്കളുടെ പരാതിയിൽ മധ്യപ്രദേശ് പോലീസ് പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. ഈ സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവ് മുൻപ് തമ്പാനൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു.
മലപ്പുറം തിരൂരിൽ അമ്മയെയും കുഞ്ഞിനെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏഴൂർ സ്വദേശി ഇർഫാന, മകൻ അമൻ മാലിക് എന്നിവരാണ് മരിച്ചത്. ഇർഫാന കുഞ്ഞുമായി ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ നിഗമനം. ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. ഇവരുടെ മൃതദേഹം തിരൂർ സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. 4 മാസം മുൻപാണ് ഇർഫാനയുടെ ഉമ്മ മരിച്ചത്. ഇതേ തുടർന്ന് യുവതി കടുത്ത മനോവിഷമത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. മരിച്ച നിതിൻ രാജിന്റെ കുടുംബം കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെത്തി. നിതിന്റെ അച്ഛനും സഹോദരി ഭർത്താവുമാണ് കോളേജിലെത്തിയത്. നിതിൻ താമസിച്ച ഹോസ്റ്റൽ മുറിയും അപകട സ്ഥലവും സന്ദർശിച്ച് കോളേജ് പ്രിൻസിപ്പലിനെ കാണാനാണ് എത്തിയത്. എന്നാൽ ഇവർ പ്രിൻസിപ്പലിനെ കാണാതെ മടങ്ങുകയാണ് ഉണ്ടായത്. മകനെ കൊന്നവരെ കാണേണ്ട എന്നായിരുന്നു നിതിന്റെ അച്ഛൻ വികാരാധീനനായി പ്രതികരിച്ചത്. നിതിനെ എല്ലാവരും കൂടി ഉപദ്രവിച്ച് കൊന്നതാണെന്നും അവൻ ഒരിക്കലും ജീവൻ ഒടുക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂർ വെള്ളൂരിൽ UDF അനുഭാവിയുടെ വീടിന് ബോംബേർ. രാമൻകുളത്തിന് സമീപം ദേശീയപാതയുടെ അരികിൽ താമസിക്കുന്ന VV കമലാക്ഷിയുടെ വീടിന് നേരെയാണ് ബോംബേർ ഉണ്ടായത്. പരസ്യ ബോർഡിൽ തട്ടി ബോംബ് പൊട്ടിയതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി. വീടിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. ഇന്നലെ രാത്രി 10:45 സംഭവം. സ്ഫോടന ശബ്ദം കേട്ട് ഞെട്ടിയ വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ റോഡിനും വീടിനും ഇടയിലായി സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡിൽ തട്ടി ബോംബ് പൊട്ടിയ അവസ്ഥയിലായിരുന്നു. വീടിന്റെ മുറ്റത്ത് കമലാക്ഷിയുടെ മക്കളുടെ 2 കാറുകളും 2 ഇരുചക്ര വാഹനങ്ങളും ഉണ്ടായിരുന്നു. ബോംബേർ നടക്കുമ്പോൾ കമലാക്ഷിയും ഇളയ മകൻ സുധീഷുമാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു മകനായ രതീഷ് ഇതേ വീട്ടുവളപ്പിലെ മറ്റൊരു വീട്ടിലാണ് കുടുംബസമേതം താമസം. കമലാക്ഷിക്കും മകൻ സുധീഷിനും പ്രത്യേക രാഷ്ട്രീയ കാഴ്ചപ്പാടുകളൊന്നുമില്ലെന്ന് കമലാക്ഷിയുടെ മകൻ രതീഷ് പറഞ്ഞു. രതീഷിന്റെ ഭാര്യ നിത്യ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF ബൂത്ത് ഏജന്റായി പ്രവർത്തിക്കുകയും വോട്ടുകൾ ചാലഞ്ച് ചെയ്യുകയും ഉണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് പടക്കം കത്തിച്ചെറിഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.